മീനാക്ഷി ശ്രീറാമിനെ കാണാൻ വരുന്നു. തന്റെ അച്ഛൻ രവീന്ദ്രനാണ് അപർണയുടെ യഥാർത്ഥ അച്ഛനെന്ന് ട്രീസ പറഞ്ഞ കാര്യം മീനാക്ഷി ശ്രീറാമിനോട് പറയുന്നു. ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ രവീന്ദ്രന്റെ ഒരു ഫോട്ടോ ശ്രീറാം ആവശ്യപ്പെടുന്നു. ഗീതികയോട് അവളുടെ കാമുകൻ വിളിച്ചതിന് തെളിവായുള്ള സിം കാർഡും പെൻഡ്രൈവും ഭദ്ര ആവശ്യപ്പെടുന്നു. ഇത് ശ്രീറാമിന് കൈമാറാമെന്നും അതുവഴി അപർണ സത്യം മനസ്സിലാക്കട്ടെ എന്നും ഗീതികയോട് ഭദ്ര. അവളത് ഭദ്രയ്ക്ക് കൈമാറുന്നു. താൻ ഹയർ സ്റ്റഡീസിന് പോവാൻ തീരുമാനിച്ചതാണെന്നും തൽക്കാലം ഇത് നടക്കട്ടെ എന്നും ഭദ്രയോട് ഗീതിക. വിഷമവൃത്തത്തിലാകുന്ന ഭദ്ര. സിം കാർഡും മറ്റും ശ്രീറാമിന് കൈമാറാൻ ഭദ്ര പോയതറിയുന്ന മഹേന്ദ്രൻ. തുടർന്ന് കാണുക. അച്ഛാ, ചായ അവിടെ വെച്ചേ. അമ്മയുടെ അത് അച്ഛാ, അമ്മ. എന്താ മോളെ? ഞാൻ ആ സിം കാർഡും പെൻഡ്രൈവും അമ്മയ്ക്ക് കൊടുത്തു. ഏത് സിം കാർഡ്? പിന്നെ ഞാനും ആ ജോഡും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന്റെ ഡീറ്റെയിൽസ് ഉള്ള സിം കാർഡ്. നീ എന്തായി കാണിച്ചേ? എന്നിട്ട് ഭദ്ര എവിടെ? അമ്മ SP ഓഫീസിൽ പോയിരിക്കുക ശ്രീറാം സാറിനെ കാണാൻ. എന്ത് അസംബന്ധമാണ് നിങ്ങൾ ഈ കാണിച്ചേ? രണ്ടുപേരും കൂടി ഓരോ തോന്നിയാസങ്ങൾ ചെയ്യല്ലേ? ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളോട് ഇതൊക്കെ? എന്നിട്ടാണോ? അമ്മ അത് ചെയ്യട്ടെ അച്ഛാ. അതോടങ്ങ് തീരുവാണെങ്കിൽ എല്ലാം തീരട്ടെ. ഇങ്ങനെ പുകഞ്ഞു നേറി ജീവിക്കുന്നതിനേക്കാളും നല്ലത് രണ്ടിലൊരു തീരുമാനം എടുക്കുന്നത് തന്നെയാ. ഞാനും അത് തന്നെ ആഗ്രഹിക്കുന്നത്. മോളെ, നീ മണ്ടത്തരമായി കാണിച്ചു. എന്തിനാ? ഞാൻ പറഞ്ഞതല്ലേ 1000 തവണ. നിന്റെ അമ്മ, അവള് നിന്റെ ജീവിതം കൊണ്ടേ വിൽക്കാൻ നോക്കുക. അവള് അങ്ങനെ കൊണ്ടുപോയി വിൽക്കാൻ എനിക്കിപ്പോഴൊരു ജീവിതം ഇല്ലല്ലോ അച്ഛാ. ഈ വീട്ടില് പരസ്പരം കൊന്നു തിന്നാ മത്സരിക്കുന്ന കുറെ മനുഷ്യ ജീവികൾക്കിടയിൽ കിടന്ന് ഞാൻ ഈ അനുഭവിക്കുന്നതാണോ ജീവിതം? ആണോ? ഇതൊരു ജീവിതമല്ല. ഇതെനിക്ക് വേണ്ട. അമ്മ അത് കൊണ്ടുപോയിക്കോട്ടെ. മോളെ, നിനക്കറിയില്ല. ഇതൊക്കെ തെളിവുകളാ. നിന്നിൽ നിന്ന് ആ പേര് നീ ഒരിക്കലും മായില്ല. കൊലപാതകി എന്റെ മോള്. അച്ഛൻ, ഞാനിത് ആദ്യം തൊട്ട് പറയുന്നല്ലേ. ഞാനാണ് തെറ്റുകാരി. ഞാൻ ശിക്ഷ അനുഭവിക്കട്ടെ. അതോടെ തീരുമല്ലോ എല്ലാം. അതിനുശേഷമെങ്കിലും എനിക്കിച്ചിരി പ്രതീക്ഷ ബാക്കി നിൽക്കുമല്ലോ അച്ഛാ. ഇവിടെ ഇപ്പൊ എനിക്ക് അതുപോലും ഇല്ല. ഭദ്ര, അവൾ എന്തിനാ ഈ കൊലച്ചത് എന്റെ മോളോട് ചെയ്തത്? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഭദ്ര ഒറ്റയാളുടെ തീരുമാനങ്ങളും പ്രവൃത്തികളും ഈ കുടുംബത്തെ ഈ നിലയിലെത്തിച്ചത്. അവൾ വീണ്ടും ഞാൻ സമ്മതിക്കില്ല. ഇല്ല. തന്നെ എസ് ഐ വിളിക്കുന്നു. സർ. എന്താ? ശ്രീറാം സാർ. ശ്രീറാം സാർ മുകളിലുണ്ട്. ഇതിലൊരു അപകടമുണ്ട്. അത് നിങ്ങൾക്കറിയാമോ? അറിയാം. പിന്നെ പെട്ടെന്നെന്താ ഇങ്ങനെ തോന്നാൻ? ഞാൻ ഒരുപാട് ആലോചിച്ചു സാർ. മോളും ഇതിനു മുൻപ്
ഒരുപാട് വട്ടം എന്നെ നിർബന്ധിച്ചതാ. ഞാൻ കേട്ടില്ല, ഞാൻ സമ്മതിച്ചില്ല. അവളായിട്ടിത് ചെയ്യുവാണെങ്കിൽ ഞാൻ ആത്മഹത്യ വരെ ചെയ്യുമെന്ന് അവളെ ഭീഷണിപ്പെടുത്തിയിരുന്നതാ. പക്ഷേ ഇപ്പൊ പിന്നെന്തു പറ്റി? സാർ കണ്ടതല്ലേ, വായിൽ തോന്നിയവരുടെയും വഴിയെ പോയവരുടെയും പേരിലല്ലേ ഇപ്പൊ ആരോപണങ്ങൾ. അതൊക്കെ വിശ്വസിക്കാനും എല്ലാവർക്കും ന്യായങ്ങളുണ്ട്. പിന്നെ അപ്പുവിന്റെ ജീവൻ. ഇപ്പോ നമ്മൾ ആരും എന്ത് പറഞ്ഞാലും അവളുടെ തലയിൽ കയറില്ലല്ലോ. അവൾ മനസ്സിൽ ധ്യാനിച്ച് നടക്കുന്നവന്റെ തനിനിറ എന്താണെന്ന് ഈ പെൻഡ്രൈവിലെ കാര്യങ്ങൾ കണ്ട അവൾക്ക് മനസ്സിലാവുമല്ലോ. അവൾക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരും. പക്ഷേ ഗീതികയുടെ കാര്യം, അവള് കുറെ കാലം അകത്ത് കിടക്കേണ്ടി വരും. സാർ, പക്ഷേ അതല്ലാതെ അവൾക്ക് ദോഷം വരാത്ത രീതിയിൽ സാറിന് ഇതുകൊണ്ട് എന്തെങ്കിലും ചെയ്തൂടെ? സാറിനെ അത്രയും വിശ്വസിച്ചിട്ടാ ഞാൻ. ഈ കേസിൽ എങ്ങോട്ട് തിരിയണമെന്നറിയാതെ, കൃത്യമായിട്ടൊരു കണക്ഷനോ ലിങ്കോ കിട്ടാതെ തെണ്ടിത്തിരിഞ്ഞ് നിൽക്കുകയായിരുന്നു ഞാൻ. പക്ഷേ നിങ്ങൾ ഈ കൊണ്ടുവന്ന തെളിവുകൾ ഉപയോഗിച്ചാൽ എനിക്ക് ഈ കേസിൽ വളരെ വലിയൊരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാൻ പറ്റും. പക്ഷേ സാർ, മോളുന് അവൾക്ക് ആപത്തൊന്നും. അതൊക്കെ പിന്നത്തെ കാര്യങ്ങളല്ലേ. ഇപ്പോ ഈ കേസിനെ വല്ലാതെ കുഴക്കി നിർത്തിയിരിക്കുക. പല രീതിയിലും ഞാൻ കൺഫ്യൂസ്ഡാ. ജൂഡിന്റെ ആ കൺസ്ട്രക്റ്റഡ് ഇമേജ് ബ്രേക്ക് ചെയ്യാനും ഗീതികയുടെ ഇൻവോൾവ്മെന്റ് വ്യക്തമാക്കാനും കഴിഞ്ഞാൽ എനിക്ക് തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റും. സാർ, പക്ഷേ അവൾക്ക് ദ്രോഹം വരുത്തിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മകളേക്കാൾ വലുത് നിങ്ങളുടെ ഇമേജ് അല്ലേ? അപ്പൊ അത്രയൊക്കെ മതി. പക്ഷേ സഹിക്കാവുന്നിടത്തോളം സഹിച്ചിട്ട ഞാൻ. മഹേട്ടന്റെ സ്റ്റാൻഡ് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത്. എല്ലാവരും പറയുന്നത് കേട്ട് അതൊക്കെ വിശ്വസിച്ച് എനിക്കെതിരെ തിരിയുക മഹേട്ട്. എനിക്കങ്ങനെ ജീവിക്കാൻ വയ്യാഞ്ഞിട്ട്. അപ്പോ നിങ്ങളിപ്പോഴും പറയുന്നത് നിങ്ങളുടെ ഭർത്താവിന് അനിയൻ രവീന്ദ്രനുമായി നിങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ലെന്ന് തന്നെയാണ്? അതെ സർ, അതെ. പക്ഷേ മഹേട്ടന്റെ ബ്രദറുമായി ചേർന്ന് അങ്ങനെ മഹേട്ടനെ ചതിച്ചു എന്ന് എല്ലാവരും വിശ്വസിക്കുന്നത്. അത് വിശ്വസിച്ച് ചതിക്കപ്പെട്ടവനെ പോലെ എന്നെ നോക്കുന്ന മഹേട്ടന്റെ നോട്ടം അതെനിക്കിനി താങ്ങാൻ വയ്യ. അതുകൊണ്ട് ഈ ലോകത്ത് ആരും എന്നെ വിശ്വസിക്കുന്നില്ല, ഒരാളും, സാർ ഉൾപ്പെടെ. നിങ്ങൾ ഇതുവരെ പറഞ്ഞ ഒരു കാര്യങ്ങളും ഞാൻ വിശ്വസിച്ചിട്ടില്ല. പക്ഷേ ഈ കാര്യം ഞാൻ വിശ്വസിക്കാം. അത് നിങ്ങളെ വിശ്വാസമായതുകൊണ്ടല്ല, എനിക്ക് തെളിവ് കിട്ടിയതുകൊണ്ടാണ്. തെളിവോ? എന്താ സാർ, എന്താ തെളിവ്? സുലേഖ ബഷീർ, ആന്റണി എന്ന പേരിൽ ഒളിച്ചിരിക്കുന്ന നിങ്ങളുടെ യഥാർത്ഥ കാമുകന്റെ മുഖം ഓർമ്മയുള്ള ഒരേ ഒരാൾ, നിങ്ങളുടെ തിരൂരിലെ സുഹൃത്ത്. അവര് പറഞ്ഞു വന്നു, ദാ ഞാൻ അയച്ചു കൊടുത്ത ഈ ഫോട്ടോ കണ്ടിട്ട് അവര് പറഞ്ഞു തന്നു രവീന്ദ്രൻ ആയിരുന്നില്ല നിങ്ങളുടെ കാമുകനെന്ന്. അതുകൊണ്ട് മാത്രം ഞാനത് വിശ്വസിക്കുക. ഇനിയെങ്കിലും ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ യഥാർത്ഥ ആന്റണി ആരാ? സാർ,
ഞാൻ പറഞ്ഞതാ സത്യം. അയാളെപ്പറ്റി ഇപ്പൊ എനിക്ക് ഒന്നും അറിയത്തില്ല. ഒരു കാലത്ത് ഞാൻ ഏറ്റവും അധികം വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ഒരാൾ, അയാൾ പിന്നെ എന്നെ ചതിച്ച് കടന്നുപോയി. എനിക്കിനി അയാളുടെ പേരും മുഖവും ഒന്നും ഓർക്കണ്ട. എനിക്ക് വേണ്ട അയാളെ. കൊള്ളാം. എത്ര പെട്ടെന്നാണ് നിങ്ങൾ ആ ചോദ്യത്തിൽ നിന്ന് വിദഗ്ധമായിട്ട് ഒഴിഞ്ഞു മാറിയത്. എന്തൊക്കെയായാലും ഈ പെൻഡ്രൈവും സിം കാർഡും നിങ്ങളുടെ മകളുടെ ജീവിത രഹസ്യങ്ങൾ അടങ്ങിയ ഈ ഡയറിയും ഇത് ഞാൻ എടുക്കുക. പക്ഷേ മോളൂന് അങ്ങനെ ഒരു ഉറപ്പൊന്നും ഞാൻ തരില്ല. പക്ഷേ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യങ്ങളും നിങ്ങൾ ആരോടും പറയാൻ പാടില്ല. മനസ്സിലായില്ല. മനസ്സിലായില്ലേ? നിങ്ങളുടെ കാമുകൻ രവീന്ദ്രൻ അല്ല എന്ന് തെളിവ് സഹിതം ഞാൻ മനസ്സിലാക്കിയ കാര്യം അതാരും അറിയരുത്, ഒരാളും. ഞാൻ ആ ഒരൊറ്റ കാര്യത്തിന്റെ പേരിൽ ഇന്ന് തീച്ചൂളിയല്ല ജീവിക്കുന്നത്. ഞാൻ ഇതൊന്ന് തുറന്നു പറഞ്ഞോട്ടെ സർ? വേണ്ട. ട്രീസയും സേവ്യറും ചേർന്ന് നിങ്ങളെ തകർക്കാൻ തൊടുത്തുവിട്ട ഒരു ആയുധമായത് ഈ കള്ളക്കഥ. സേവ്യർ ആദ്യം അപർണയുടെ അച്ഛനെ പറ്റി അവളെ അറിയിച്ചത് മുതൽ നിങ്ങളുടെ ഭർത്താവാണ് ഈ കൊലപാതകത്തിലെ പങ്കാളിയെന്ന് പറഞ്ഞിരിക്കുന്നത് അടക്കം അവർ പ്ലാൻ ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജിയുടെ ഭാഗമാണിത്. അപ്പുവിനെയും കുഞ്ഞിനെയും ഇല്ലാതാക്കി 6.5 കോടി സ്വന്തമാക്കുക എന്നുള്ളതാണ് ഇപ്പൊ അവരുടെ ലക്ഷ്യം. അതിനവർ നിങ്ങളുടെ ചേട്ടൻ 3-നെ കൂടെ കൂട്ടത്തിൽ അവരുടെ കൂടെ കൂട്ടിയിരിക്കുക. ഈ കുരുക്കിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു എന്നറിഞ്ഞാൽ ഉടനെ അവർ ഇതിനേക്കാൾ വലിയൊരു പുത്തൻ കുരുക്കൊരുക്കും. അത് വേണ്ട. കുറച്ച് ദിവസം നമുക്കൊന്ന് കിട്ടാനായിട്ടാ എനിക്ക് വേറൊരു വഴിയിലൂടെ ശ്രമിച്ചു നോക്കാൻ. അതിനൊരു സാവകാശത്തിനായിട്ടാ. ഈ കുരുക്കിൽ നിങ്ങൾ മുറുകിയെന്ന് അവർ ധരിക്കുന്നതാണ് തൽക്കാലം നമുക്ക് നല്ലത്. എന്റെ മഹിയേട്ടനോടെങ്കിലും എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി. വേണ്ട. ഞാൻ ഈ ഫോട്ടോ അയച്ചതും ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ആരും അറിയരുത്. നിങ്ങൾ ഈ മുറിയിലേക്ക് വരുന്നതിന് മുമ്പുള്ളതുപോലെ കുറച്ചു നാളത്തേക്ക് കൂടി, പക്ഷേ കുറച്ചുനാൾ കൂടി ഭർത്തൃ സഹോദരനെ പ്രണയിച്ച് ഭർത്താവിനെ ചതിച്ച ഭാര്യയുടെ ആ കുറ്റബോധത്തിൽ നിങ്ങൾ ജീവിക്കും. ആ കുറ്റബോധം നിങ്ങളൊന്ന് സഹിക്കും. കുറച്ച് ദിവസത്തേക്ക് കൂടി എല്ലാം ശരിയാവും. അതെന്റെ ഒരു വിശ്വാസമാണ്. പ്രാർത്ഥിക്കും. ശരി. ശരി സർ. ഒരു മിനിറ്റ്. ജൂഡ് കേസിൽ 1-ാം പ്രതി ഇപ്പോഴും നിങ്ങളാണ്. സ്വമേധയാ കുറ്റസമ്മതം നടത്തി സാഹചര്യ തെളിവുകളും സാക്ഷ്യങ്ങളും എതിര് നിൽക്കുന്ന 1-ാം പ്രതി. അത് മറക്കണ്ട. എപ്പോഴും മനസ്സിലുണ്ടാവണം. പക്ഷേ നിങ്ങളോ യഥാർത്ഥത്തിൽ ഈ കൃത്യം നിർവഹിച്ച നിങ്ങളുടെ മകളോ അല്ല യഥാർത്ഥ കുറ്റവാളികൾ. നിങ്ങളെ ഈ പ്ലോട്ടിലേക്ക് നയിച്ച മറ്റു ചിലർ, ആ സാഹചര്യങ്ങൾ, അവരാണ് യഥാർത്ഥ പ്രതികൾ. ജൂഡിന്റെ യഥാർത്ഥ കൊലപാതകയെ കണ്ടെത്താനുള്ള അന്വേഷണം പൂർത്തിയാകണമെങ്കിൽ നിങ്ങൾ ഈ രഹസ്യം ഉള്ളിൽ സൂക്ഷിച്ചേ മതിയാവും. ഞങ്ങളോട് സഹകരിക്കും. ശരി സർ. പാവപ്പെട്ട സ്ത്രീ മാഷിന്റെ സ്വന്തം ഭാര്യയില്ലേ? അവരുടെ ജീവിതം അഴിക്കുള്ളി ആകാതിരിക്കാനാ ഞാൻ പറഞ്ഞോണ്ട് വരുന്നേ. ഇയാള് പിന്നെ വന്നു. ഹലോ. ആ, ഗുഡ് മോർണിംഗ്. ലോട്ടറിയല്ലേ അടിച്ചത് മാഷേ? ലോട്ടറി. ആ ട്രീസയും കൂട്ടിന് പറഞ്ഞുകൊണ്ട് നടന്നത് എന്തോന്നാ? ഭദ്രാ മേഡവും
അവരുടെ പഴയ സെറ്റപ്പും കൂടെ ചേർന്നാണ് ജൂഡിന് തട്ടിയെന്നല്ലേ? അതല്ലായിരുന്നു ആരോപണം. അങ്ങനെയല്ലേ പറഞ്ഞു വരുത്തിയത്. ഇപ്പൊ അതിന്റെ ഗ്യാസ് അവർ തന്നെ വലിച്ചൂരി വിട്ടു. 20 വർഷം മുമ്പ് തട്ടിപ്പോയ ഒരാളെങ്ങനെയാ ഇപ്പൊ വന്ന് കൊലപാതകം നടത്തുന്നേ? മൊത്തം ചീറ്റിപ്പോയില്ലേ? പൊക്കിക്കൊണ്ട് നടന്നതും വീർപ്പിച്ച് കെട്ടിയതും ചൊട്ടിച്ചടച്ചു പോയില്ലേ? ട്രീസ പറഞ്ഞുകൊണ്ട് നടന്നതിന് ഇനി എന്തെങ്കിലും വിലയുണ്ടോ? ഉണ്ടോ? കാലത്ത് വീട്ടിൽ കയറി വന്നുകൊണ്ട് താൻ എന്തോ ഈ വളവളാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. സാറേ, സാറിന് അങ്ങനെയൊക്കെ പറയാം. പാവപ്പെട്ട സ്ത്രീ മാഷിന്റെ സ്വന്തം ഭാര്യയില്ലേ? അവരുടെ ജീവിതം അഴിക്കുള്ളിൽ ആകാതിരിക്കാനാ ഞാൻ പറഞ്ഞോണ്ട് വരുന്നേ. ഇതോ താൻ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. കേസൊന്നും ഇനി പഴയ കേസല്ല. അതൊക്കെ കൈവിട്ട് പോയി. തനിക്ക് വല്ലതും അറിയണമെങ്കിലേ ആ ശ്രീറാം ചന്ദ്രസേനോട് പോയി ചോദിക്കും. അയാളുടെ കയ്യിലുണ്ട് സകല തെളിവും തൊണ്ടിയൊക്കെ. സാറേ, ഇതുപോലൊരു സൂപ്പർ വക്കീല് ഫീസ് പോലും വാങ്ങിക്കാതെ വാദിക്കാനുള്ളപ്പോ ഇങ്ങനെ പുറംതിരിഞ്ഞ് നിൽക്കല്ലേ. സത്യം പറയാലോ, ഇത് പഴയതുപോലെ ഗിർവാൺ അടിക്കലല്ല. ഇത് നമുക്കായിട്ടൊരു വഴി അവരായിട്ട് തുറന്നു തന്നിരിക്കുക. നമ്മളതിൽ കൂടെ കയറി പോയാ പോരെ? മാഡം എവിടെ? മാഡത്തിനോട് ഞാൻ സംസാരിക്കാം. മാഡം എടോ, അവിടെ അങ്ങോട്ടേ ഓടിപ്പോന്നേ. മാഡം ഒന്നും ഇവിടെ ഇല്ല. എവിടെ പോയി? ആ, മാഡം വന്നല്ലോ. എത്രയായി? 50. നമസ്കാരം മാഡം. അവസാനം ബോർഡ് നമ്മളെ കോർട്ടിൽ തന്നെ വന്ന് ചാടി. അവളെ ആ ട്രീസ അതിബുദ്ധി കാണിച്ചതാ. ഒടുവിൽ നമ്മളെ കാലിലേക്ക് അവൾ ബോൾ കൊണ്ട് ഇട്ട് തന്നു. ഇനി നമ്മൾ കാല് നീട്ടി ഓരോ ഒറ്റ അടി അടിച്ചാൽ മതി, അത് ഗോളായിരിക്കും. ഗോൾ. വക്കീലിന് ഇപ്പൊ എന്താ വേണ്ടേ? മാഡം, അങ്ങേരാണ് മാഡത്തിന്റെ ഇഷ്ടക്കാരനായിരുന്നെങ്കിൽ അത് എന്നോട് നേരത്തെ പറഞ്ഞ പോലെയായിരുന്നു. ഞാനത് സസ്പെൻസ് വെച്ചിട്ട് കോടതി കൊണ്ടുപോയി പൊട്ടിക്കില്ലായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ട്രീസ കിടന്ന് കിടുങ്ങിപ്പോയനെ. ഞാൻ ഒരുപാട് പേര് വെച്ച് ആലോചിച്ച് നോക്കി. പക്ഷേ സത്യമായിട്ട് മാഷിന്റെ ബ്രദർ എനിക്കതങ്ങോട്ട് പോയില്ല. പക്ഷേ സംഗതി കറക്റ്റാ. മാഡത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഭർത്താവിന്റെ അനുജനെന്ന് പറയുമ്പോ ആർക്കാരും പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും, അല്ല മാഷേ? മാഡം, വക്കീൽ ഇതെങ്ങോട്ടാ? നമുക്ക് ഈ കേസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാത്തിനും ഒരു നീക്കപ്പൊക്കെ ഉണ്ടാക്കണ്ടേ? വക്കീൽ കേസിനെ പറ്റി പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ? അറിയാനുള്ളതൊക്കെ അറിഞ്ഞു കഴിഞ്ഞില്ലേ? ഇനി എന്താ വേണ്ടെന്ന് വെച്ചാ ഞങ്ങൾ തീരുമാനിച്ചോളാം. മാഡം, മാഷേ, കാര്യത്തിന്റെ കിടപ്പ് വശം മാഡത്തിന് അത്ര പിടിയിട്ടിട്ടില്ല. മാഷും കൂടെ പറഞ്ഞ് കാര്യങ്ങൾക്ക് മൊത്തത്തിലൊരു ക്ലാരിറ്റി ഉണ്ടാക്കണം. തന്നോട് ഇറങ്ങിപ്പോയാനോട് പറഞ്ഞു. ബെല്ലും ബ്രേക്കും ഇല്ലാത്ത വർത്താനം കൊണ്ട് മേലാളി ഇങ്ങോട്ട് കയറി പോരുത്. ഒരു പുഷ്പം വക്കീല്. തനിക്ക് വേറെ കേസൊന്നും ഇല്ലെങ്കിൽ വേറെ വല്ല പണിക്കും പോടൂ. ചുമ്മാ മനുഷ്യനെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുക. വെളുത്ത കുപ്പായം കറുത്ത കോട്ട് കിട്ടുണ്ടോ? ഇറങ്ങി പോടോ. നാശം. എടോ പോടോ അങ്ങോട്ട്. അതെ, ഈ പുത്രം വക്കീലിന്റെ മുന്നിൽ സുപ്രീം കോടതി ജഡ്ജി പോലും വാതിൽ കൊട്ടി അടച്ചിട്ടില്ല കേട്ടാ. ജയിലിൽ കിടക്കാനാണ് വിധിയെങ്കിൽ നമ്മളായിട്ട് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ ആങ്ങളെയും പെങ്ങളും തമ്മിൽ മാറി മാറി നമുക്കിട്ട് പണി തന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പം മൂഡ് ശരിയല്ലഞ്ഞിട്ടായിരിക്കും. കുറച്ചും കൂടെ കഴിഞ്ഞ് ഒന്നും കൂടെ ഒന്ന് മുട്ടി നോക്കാം. മുട്ടുവിൻ തുറക്കപ്പെടുന്നാണല്ലോ. എന്തായാലും മുട്ടി നോക്കുക. അല്ലാന്തിയാനാ? നിയമം പഠിച്ചാൽ മാത്രം പോരല്ലോ, നിന്ന് പിഴയ്ക്കാനും പഠിക്കണം. നോക്കാം. എന്താ വിനോദേ? പെറ്റി കേസാ? പെറ്റി കേസ് എന്റെ വായതൊന്നും കേക്കണ്ട. വെക്കട ഫോണ്. ശ്രീറാം സാർ, അവനാണല്ലോ ഇപ്പോഴത്തെ പുതിയ ഈശ്വരൻ. പണ്ട് നീ പൂജിച്ച് നടന്ന ചില പഴയ ഈശ്വരന്മാര് നിനക്ക് പണിയും തന്നിട്ട് നിന്ന് നിൽപ്പിന് മറുകണ്ഠം ചാടിയത് അറിയാമല്ലോ. കൊണ്ട കൊടുത്തുവല്ലേ? പൊന്നുമോളെ അകത്ത് കിടത്താനുള്ള കണക്കും കൂപ്പും ഒക്കെ കൊണ്ടുചെന്ന് കൊടുത്തുവല്ലേ? എങ്കിൽ പിന്നെ പോലീസുകാരെ കൂടെ വിളിച്ചോണ്ട് വരായിരുന്നല്ലോ. കൊലപാതകം എന്നുള്ള പേര് അവൾക്കങ്ങ് ചാർത്തി കൊടുത്തു കഴിഞ്ഞാൽ നീ സേഫ് ആവുമായിരുന്നല്ലോ. ഇത്ര നാളും വൈദ്യുതി എന്തിനാ? ഇല്ല മയ്യേട്ടാ, അങ്ങനെ എന്റെ മോൾക്ക് ഒരു കുഴപ്പവും വരില്ല. ശ്രീറാം സാർ അങ്ങനെ നമ്മളെ ദ്രോഹിക്കില്ല. ശ്രീറാം സാർ, അവനാണല്ലോ ഇപ്പോഴത്തെ പുതിയ ഈശ്വരൻ. പണ്ട് നീ പൂജിച്ച് നടന്ന ചില പഴയ ഈശ്വരന്മാര് നിനക്ക് പണിയും തന്നിട്ട് നിന്ന് നിൽപ്പിന് മറുകണ്ഠം ചാടിയത് അറിയാമല്ലോ. മയ്യേട്ടാ, ഇത് അങ്ങനൊന്നും സംഭവിക്കത്തില്ല. നിനക്കെല്ലാരെയും വലിയ വിശ്വാസ. അനുഭവിച്ചു. പൊന്നുമോളുടെ ജീവിതം പറിച്ചെടുത്തോണ്ട് പോയി അവന്റെ കാൽ കീഴി വെച്ചപ്പോ നിനക്ക് സമാധാനമായല്ലോ.
അങ്ങനെ ഒരു തെളിവ് അങ്ങേരുടെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം ഇനി ആര് വിചാരിച്ചാലും ഏത് കൊമ്പത്തെ വക്കീൽ വിചാരിച്ചാലും അവളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. അത് ഉറപ്പായേ? ഇല്ല മഹേട്ടാ, ശ്രീറാം സാറ് ശ്രീറാം സാറ് അവൻ ആരായിരുന്നു നിന്റെ? നിനക്ക് ഇത്രയും അവനെ വിശ്വാസമാണെങ്കിൽ അതിന് നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? എന്താണ് ഈ ബന്ധം? പറ. ചോദിക്കാതെ എന്തും ചെയ്യും. സ്വന്തം ഭർത്താവിനെ അവൾക്ക് പുല്ലുവില. വഴിയെ പോകുന്നവനെ വീട്ടിൽ കയറിയിരുത്തി വാഴിക്കുന്നതേ അന്തസ്സുള്ള പെണ്ണുങ്ങൾക്ക് ചേർന്ന പണിയല്ല. അറിയാവോ നിനക്ക്? അറിയാവോ? മഹേട്ട, ഞാനൊന്നും പറയുന്നില്ല. മഹേട്ടൻ എന്തും പറയാം, പറഞ്ഞോളൂ. ഒരു കാലത്ത് അതെന്തെങ്കിലും ആയിക്കോട്ടെ, എന്നോട് ഈ പറഞ്ഞ ഓരോ വാക്കിനെ ഓർത്ത് മഹേട്ടന് കുറ്റബോധം തോന്നും. മഹേട്ടൻ വേദനിക്കും. അതുവരെ ഞാൻ ജീവിച്ചിരിക്കുമെന്നറിയില്ല. ഇത്രയൊക്കെ അനുഭവിച്ച സ്ഥിതിക്ക് ഇനി എനിക്ക് ജീവിച്ചിരിക്കണമെന്നില്ല. യോ, ഉപ്പാപ്പയ്ക്ക് ഷുഗർ വേണ്ട കേട്ടോ. ആ നിഖിലിന് മീനാക്ഷിയുടെ അച്ഛനെ കണ്ട ഓർമ്മയുണ്ടോ? ചെറിയൊരു ഓർമ്മയുണ്ട്. ഞാൻ 7th പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു പുള്ളി മരിച്ചത്. അതിനിടെ ചില ഫംഗ്ഷൻസിലൊക്കെ കണ്ട ഓർമ്മയുണ്ട്. കുറച്ച് റിസർവ്ഡ് ആയിരുന്നു, പക്ഷെ കാണാൻ ഭയങ്കര സ്മാർട്ടാ. വല്യച്ഛനെ പോലെ തന്നെ ഇരിക്കുക. നോർത്തിൽ എവിടെ പോയി വന്നപ്പോൾ എനിക്കൊരു ചെറിയ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ചെറിയ ടോയ്. പക്ഷെ അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കുറേ നാളത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എനിക്കറിയാം മീനാക്ഷി മോക്ക് വിഷമം കാണും. അച്ഛൻ മരിച്ചു കഴിഞ്ഞ് അച്ഛൻ ചെയ്തു വെച്ചൊരു ചതിയെപ്പറ്റി അറിയുമ്പോൾ ഏതൊരാൾക്കും അത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല.